കമലിലേക്ക് ആദ്യം പോകാമെന്ന് തോന്നുന്നു. കമൽ, നല്ല പോരാട്ടം നടക്കുന്ന ഇടങ്ങൾ കൂടിയുള്ള വളരെ തുച്ഛമായ 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയും തീവാറുന്ന പോരാട്ടം നടക്കുകയാണ്. ഇത്തവണ മാത്രവുമല്ല, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി നമ്മൾ ഈ ദിവസം കേൾക്കുന്ന NM വിജയന്റെ കുടുംബം അവിടെ ഉപവാസം ഇരിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. കമൽ, ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ മുന്നണികളും തയ്യാറെടുത്തു കഴിഞ്ഞോ? ഏതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ് നമുക്ക് ഈ കൊട്ടിക്കലാശം ആവേശഭരിതമായ നിമിഷങ്ങൾ കാണാൻ കഴിയുന്നത്? കമൽ, പ്രജീഷ്, ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലാണ്. ഇവിടെ ഈ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ പ്രിയങ്ക ഗാന്ധി MP സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ കൊടും വെയിലിലും പ്രിയങ്കയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയങ്ക പ്രസംഗിച്ച് പോയതിനു ശേഷമായിരിക്കും കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുക. സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും മാനന്തവാടിയിലും 3 മണ്ഡലങ്ങളുടെയും ആസ്ഥാനങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും കൊട്ടിക്കലാശം നടക്കുക. പ്രിയങ്കനെ കാണാനായിട്ട് വന്നാണോ? എവിടുന്നാ? മേപ്പാടിന്ന് ഇവിടം വരെ വന്നു. നമ്മളെ പരിചയപ്പെട്ട അമ്പലവേലി ഇവിടെ ബത്തേരി തന്നെ. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? കുഴപ്പമില്ല, കേരളം മൊത്തം തൂത്തുവാറും. ഇത്രയൊന്നും മുഖ്യമന്ത്രി ചെയ്താൽ പോരാ, ഇനിയും എന്തെങ്കിലും ചെയ്യണം. നിയോജക മണ്ഡലത്തിലും UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും. കേരളം മൊത്തം തൂത്തുവാറും. പ്രജീഷ്, പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിക്ക് എത്തിയ ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ 3ാമത്തെ പരിപാടിയാണ് വയനാട്ടിൽ. 2 മണ്ഡലങ്ങളും കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ ആവേശത്തിലാണ്. പ്രിയങ്കയുടെ യോഗം കഴിഞ്ഞ ഉടൻ കലാശക്കൊട്ടിന്റെ മണിക്കൂറുകളിലേക്ക് സുൽത്താൻ ബത്തേരി കടക്കും. ഇപ്പോഴും പ്രിയങ്ക സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറോളം സമയമായി പ്രിയങ്ക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ ചിത്രമുള്ള ടീഷർട്ടൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കൊട്ടിക്കലാശത്തിൽ എന്തൊക്കെയാണ്? 4 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. നല്ല ആൾക്കാർ നല്ല ഗംഭീരത്തോടു കൂടിയാണ് പരിപാടി നടക്കുന്നത്. നല്ല പരിപാടിയാണ്, ഏറ്റവും കൂടുതൽ നല്ല പരിപാടിയാണ്. വളരെ നല്ല പരിപാടിയാണ്. ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി IC ജയിച്ചു. പ്രിയങ്കന്റെ പരിപാടിക്കായിട്ട് ആളുകളൊക്കെ എല്ലാ ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ടല്ലേ? എല്ലാ ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ട്. പകുതി ആൾക്കാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മാത്രം, എന്നാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാണ് പ്രജീഷ്, ആളുകൾ കെട്ടിടത്തിന് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. നട്ടുച്ചയ്ക്ക് കൊടും വെയിലാണ് സുൽത്താൻ ബത്തേരിയിൽ. നമ്മൾ ഓർക്കണം, ഇത്തവണ വയനാട്ടിലെ വീട് അത് വലിയ രീതിയിൽ കേരളത്തിൽ ഉടനീളം ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. സർക്കാർ വലിയ രീതിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഇപ്പോൾ നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ, പ്രചാരണത്തിന് വേണ്ടി വരുമ്പോൾ NM വിജയന്റെ കുടുംബം മറുഭാഗത്ത് കോൺഗ്രസിനെ സുൽത്താൻ ബത്തേരി 3 മണ്ഡലങ്ങളായി ഉള്ളൂ എങ്കിലും വളരെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്.